തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതാക്കളായ ഡെറക് ഒബ്രിയാനും മഹുവ മൊയ്ത്രയും ഇന്ന് മഞ്ചേരിയിൽ നടക്കുന്ന സെമിനാറുകളിൽ പങ്കെടുക്കും. ഭരണഘടനാ വിഷയങ്ങളും വന്യജീവി ആക്രമണങ്ങളും തുടങ്ങി 2 വിഷയങ്ങളിലാണ് സെമിനാർ. ഉച്ചയ്ക്ക് 2 മണിക്കും ഇരു നേതാക്കളും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. PV അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള മഞ്ചേരി മെട്രോ വില്ലേജിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, ഇന്നലെ എത്തിയ രണ്ടുപേരും ഇന്ന് മാധ്യമങ്ങളെ കാണാമെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് എന്തൊക്കെ പരിപാടികളാണ് നടക്കുന്നത്? ഈ സെമിനാറുകൾക്കപ്പുറത്തേക്ക് PV അൻവറിന്റെ ഒരു സ്വീകാര്യത, PV അൻവറിനെ UDF-ലേക്ക് എത്തിക്കുക, ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ കൂടി ഈ ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ എന്ന നിലയ്ക്ക് ആ ഒരു ദൗത്യം കൂടി ഇരുവരും നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് ശ്രീജ. ഈ സെമിനാറിന്റെ പ്രാധാന്യത്തേക്കാൾ കൂടുതൽ ഈ ദേശീയ നേതാക്കളുടെ സന്ദർശനത്തിലെ രാഷ്ട്രീയമാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. PV അൻവറിന് UDF-ലേക്ക് എടുക്കുക, അതിന് വലിയ തോതിൽ ഒരു സാഹചര്യം ഒരുക്കുക എന്നതാണ് ഈ ഒരു സന്ദർശനത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ദേശീയ നേതാക്കളായ ഡെറക് ഒബ്രിയാനും മഹുവ മൊയ്ത്രയൊക്കെ കേരളത്തിൽ വന്ന് PV അൻവറിൻ്റെ കൂടെ സാമുദായിക നേതാക്കളെ കണ്ട് അത്തരത്തിൽ സെമിനാറുകളിൽ പങ്കെടുത്ത് മാധ്യമങ്ങളോട് സംസാരിച്ച് PV അൻവർ ഞങ്ങളിൽ ഒരാളാണെന്ന വലിയ ഒരു സന്ദേശം നൽകുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അൻവറിനെ സംബന്ധിച്ചാണെങ്കിൽ താൻ എവിടെയും അഭയം കിട്ടാത്ത ഒരാളല്ല, താനൊരു ദേശീയ പാർട്ടിയുടെ നേതാവ് തന്നെയാണ് എന്ന ഒരു മെസ്സേജ് ഇവരുടെ സന്ദർശനത്തിലൂടെ അൻവറും നൽകാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ UDF പ്രവേശനത്തിന് കൂടുതൽ ഗുണം ചെയ്യുന്നൊരു സാഹചര്യം തീർക്കുമെന്ന് വേണം വിലയിരുത്താൻ. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെയാണെന്നുള്ള ആദ്യം അവർ പോയി കണ്ടത്. നമുക്കറിയാം, അദ്ദേഹം തന്നെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം നിലവിൽ തന്നെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് തൃണമൂൽ എന്നുള്ളതാണ്. അതായത് കോൺഗ്രസിലെ ഒരു വിഭാഗം തൃണമൂൽ കോൺഗ്രസിൻ്റെ അടുപ്പിക്കുന്നതിനെതിരെ നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് K മുരളീധരനെ പോലെ ഉള്ളവരൊക്കെ തൃണമൂലുമായി സഖ്യം വേണ്ട എന്ന പരസ്യമായ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മുമ്പ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ തൃണമൂൽ, മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പരിഗണിക്കാമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുന്നത്. അതൊരു രാഷ്ട്രീയമാണ്. സ്വാഭാവികമായിട്ട് അൻവർ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം അത് തന്നെയാണ്. തനിക്ക് ഈ മേഖലയിലെല്ലാം സ്വാധീനമുണ്ട് എന്ന് ദേശീയ നേതാക്കളെയും അൻവറിനെ സംബന്ധിച്ച് ദേശീയ തലത്തിലും നേതൃനിരയിലും ഒരു വേണ്ട രീതിയിൽ പരിഗണനയുണ്ട് എന്ന സന്ദേശം ഇവിടെ UDF-ലും നൽകുക എന്ന ഒരു ഇരട്ട ലക്ഷ്യം തന്നെയാണ് ഈ നേതാക്കളെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള പരിപാടികളുടെ ഒരു ലക്ഷ്യമായിട്ട്, ഉദ്ദേശമായിട്ട് നമുക്ക് കാണേണ്ടത്. ഇന്ന് 2 വിഷയങ്ങളിലുള്ള സെമിനാറിലാണ് അവർ പങ്കെടുക്കുന്നത്. ഒന്ന് ഭരണഘടന നേരിടുന്ന വെല്ലുവിളി എന്ന വിഷയത്തിലും, അതുപോലെ തന്നെ വന്യജീവി ആക്രമണത്തെക്കുറിച്ചുള്ള വിഷയത്തിലും. ഈ രണ്ടിലും ഒന്ന് കേന്ദ്ര സർക്കാരിനെതിരെയും ഒന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയും വലിയ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യം തന്നെയായിരിക്കും ഈ 2 സെമിനാറിലും ഉണ്ടാവുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ഉച്ചയ്ക്ക് 2 മണിക്ക് ഇരു നേതാക്കളും മാധ്യമങ്ങളെ കാണുന്നുമുണ്ട്. അവരുടെ സന്ദർശനം, അതിൻ്റെ ഇതുവരെയുള്ള വിലയിരുത്തലും മറ്റ് ലക്ഷ്യങ്ങളും ഭാവിയൊക്കെ ആ ഒരു കൂടിക്കാഴ്ചയിൽ അവർ പങ്കുവയ്ക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മഹുവ മൊയ്ത്രയും ഡെറക് ഒബ്രിയാനും ഇന്നലെ കേരളത്തിലെത്തിയതാണ്. അവർ ഇന്ന് മറ്റ് നേതാക്കളെയൊക്കെ കണ്ടതിന് ശേഷം ഇന്നത്തെ സെമിനാറും കഴിഞ്ഞിട്ടായിരിക്കും മാധ്യമങ്ങളെ കാണുക. നമുക്ക് അവരുടെ വാർത്താ സമ്മേളനത്തിലേക്ക് ശ്രദ്ധിക്കാം.